സിപിഐഎമ്മിനകത്തെ PV അൻവറിന്റെ വിമത സ്വരത്തിന് പിന്നാലെയാണ് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ പടപ്പുറപ്പാടുകൾ നാം കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മലപ്പുറത്ത് പിടിക്കുന്ന സ്വർണത്തിന്റെയും സ്വർണവേട്ടയുടെയും കണക്കുകൾ പറഞ്ഞു. അതിനുശേഷം മുഖ്യമന്ത്രിയുടേതായി ദ ഹിന്ദു എന്ന ദേശീയ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അഭിമുഖത്തിൽ മലപ്പുറത്ത് മുസ്ലിം എക്സ്ട്രീമിസം അഥവാ മുസ്ലിം തീവ്രവാദമുണ്ടെന്നും ഞങ്ങൾ അതിനെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുന്നു എന്നും പറഞ്ഞു. അതിനുശേഷം മലപ്പുറത്തെ കള്ളപ്പണത്തിന്റെ അല്ലെങ്കിൽ ഹവാല പണത്തിന്റെ സ്വർണ്ണക്കടത്തിന്റെ മുഴുവൻ മൂല്യം ഉപയോഗിക്കുന്നത് തീവ്രവാദ പ്രവർത്തനത്തിന് രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടിയാണെന്നും മുഖ്യമന്ത്രിയുടെ പേരിൽ അച്ചടിച്ചു വന്നു. പിന്നീട് 1.5 ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ കോലാഹലങ്ങൾക്ക് പിന്നാലെ അത് നിഷേധിച്ചു. പക്ഷേ ഹിന്ദു ദിനപത്രം പറഞ്ഞത് പിണറായി വിജയന്റെ ഏജൻസി എഴുതി തന്നതേ ഞങ്ങൾ ചേർത്തിട്ടുള്ളൂ എന്നാണ്. ആ ഏജൻസിയെക്കുറിച്ച് അന്വേഷിക്കാൻ, അവരുടെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഇപ്പോഴും സർക്കാർ സന്നദ്ധമല്ല. മുൻ MLA TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യമാണത് എഴുതി ചേർത്തത് എന്ന് കേൾക്കുന്നു. അയാളോടൊരു വരി വാക്ക് ചോദിക്കാൻ ഈ സർക്കാർ തയ്യാറല്ല. സർക്കാരിന്റെ താല്പര്യം തന്നെയാണ് അച്ചടിച്ചു വന്നത് എന്ന് ആക്ഷേപിക്കാൻ ഇതിൽ പരം വേറെന്ത് സാഹചര്യം വേണം? അത് ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ വിശദീകരിച്ചോ സർക്കാർ? എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വായിൽ ഒരു സംഘപരിവാറിന്റെ വിദ്വേഷവാചകം തിരുകി പ്രസിദ്ധീകരിച്ച ഗൂഢാലോചന ഞങ്ങൾ അന്വേഷിക്കില്ല എന്ന ദുശാഠ്യം സർക്കാരിന് എന്തിനാണ്? അങ്ങനെയെങ്കിൽ ആ പ്രസിദ്ധീകരിക്കപ്പെട്ട വാചകം പ്രചരിക്കട്ടെ എന്ന ആഗ്രഹം സർക്കാരിനുണ്ടോ? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുന്നേ തന്നെ കേരളത്തിലെ സർക്കാർ സ്വർണ്ണവേട്ടയുടെ പേരിൽ ആക്രമിക്കപ്പെടുന്നു എന്ന വിദ്വേഷ മുന്നേയുള്ള കുറിപ്പ് രാജ്യത്തെ മാധ്യമങ്ങൾക്കാകെ വിതരണം ചെയ്ത ഏജൻസി ഏതാണ്? അവരെക്കുറിച്ചില്ലേ അന്വേഷണം? സർക്കാരിനോ പാർട്ടിക്കോ ആ കാര്യം അന്വേഷിക്കണമെന്ന് തോന്നാത്തതിന്റെ പിന്നിലെ ദുരൂഹത എന്താണ്? പോലീസ് പിടിച്ച സ്വർണത്തിന്റെ കണക്ക് പറയുകയാണ് മന്ത്രി MB രാജേഷ്. മലപ്പുറത്ത് പോലീസ് പിടിക്കുന്ന കേസുകളെല്ലാം മോഷണ കേസുകളായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതുകൊണ്ട് സ്വർണം തിരികെ കിട്ടാത്തതിലെ അതൃപ്തിയാണത്രേ കള്ളക്കടത്തുകാർക്ക്. അങ്ങനെ പോലീസ് വേറെ ഏതൊക്കെ ജില്ലയിൽ പിടിക്കുന്നുണ്ട് സ്വർണം പിടിക്കുന്നതിലെ പ്രശ്നമല്ല, മറിച്ച് കസ്റ്റംസ് പിടിക്കാതിരിക്കുകയും കസ്റ്റംസ് ചോർത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്ത് പോലീസ് പിടിക്കുകയും പിടിച്ചെടുത്ത സ്വർണത്തിന്റെ പാതി അടിച്ചു മാറ്റുകയും ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. വേറെ എവിടെയും ഇങ്ങനെ ഒരു ഏർപ്പാടില്ലാത്തത് എന്ത് എന്ന് വിശദീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞോ? PV അൻവറിന്റെ ആരോപണം പോലീസ് സ്വർണം അടിച്ചെടുക്കുന്നു എന്നിടത്താണ്. സ്വർണ്ണമോഷണ സംഘമായി പോലീസ് മാറി എന്നതാണ്. സ്വർണം പിടിക്കരുത് എന്നല്ല. എന്തുകൊണ്ട് കസ്റ്റംസ് പിടിക്കുന്നില്ല? പിടിക്കേണ്ട കസ്റ്റംസ് പിടിക്കുന്നില്ല. സ്കാനറിൽ കാണുന്ന വിവരങ്ങൾ അതേപടി പോലീസ് പുറത്ത് കാത്തിരിക്കുന്ന പോലീസിന് അറിയിച്ചു കൊടുത്ത് അവർ പിടിക്കുന്നു. അതിന്റെ പാതി അടിച്ചെടുക്കുന്നു. അത് പലർക്കുമായി വീതിക്കുന്നു. പോലീസിലെ ഉന്നതർക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും വരെ അതിന്റെ വീതം കിട്ടുന്നു എന്നാണ് അൻവറിന്റെ ആരോപണം. ആ ഭാഗം വിശദീകരിക്കാൻ എന്തുകൊണ്ട് ഈ സർക്കാരിന് കഴിയുന്നില്ല? മൗലികമായ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മലപ്പുറം ജില്ലയുടെ രൂപീകരണ ചരിത്രം വിശദീകരിച്ചു പോയാൽ തീരുമോ കേരളത്തിന്റെ മലപ്പുറത്തിന്റെ ചോദ്യങ്ങൾ? ഈ വിഷയം സംസാരിക്കുന്നു സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. നമ്മുടെ കൂടെ ഈ ചർച്ചയിൽ ഉള്ളത് മുസ്ലിം ലീഗിൽ നിന്ന് ഇന്ന് അടിയന്തര പ്രമേയ ചർച്ച പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച N ഷംസുദ്ദീൻ MLA ആണ്. ഒപ്പം CPIM MLA ശ്രീ പ്രേംകുമാറിനെയും ഈ ചർച്ചയിൽ വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ ഷംസുദ്ദീൻ, മലപ്പുറവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ വാഗ്വാദം കണ്ടു നിയമസഭയിൽ. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പുകമറ മുഴുവൻ നീക്കിയോ ഇന്നത്തെ ദിവസം? അതോ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഏരിയ ഇപ്പോഴും ഉണ്ടോ? അല്ല, സർക്കാരിന് ഇതിൽ കൃത്യമായ മറുപടിയില്ല. സർക്കാരിൻ്റെ CPM-ന്റെ പുതിയ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് സംഘപരിവാറുമായിട്ടുള്ള CPM-ന്റെ അന്തർധാരകളുടെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഈ മലപ്പുറത്തിനെതിരായ പരാമർശം ഉണ്ടാവുന്നത്. ഒരു കാരണവുമില്ലാതെ നമ്മുടെ സംസ്ഥാനത്തെ സ്വർണ്ണവേട്ടയും കള്ളക്കടത്തും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ പിടിച്ചത് മലപ്പുറത്തു നിന്നാണ് എന്ന് സെപ്റ്റംബർ 24-ാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വേറെ ഒരു ജില്ലകളുടെ പേരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് രാജേഷ് ക്രൈം റേറ്റ് മലപ്പുറത്ത് കുറവാണ് എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്ന വാദമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ ഡൽഹിയിൽ പോയി നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ കൃത്യമായി നിങ്ങളുടെ PR ഏജൻസി എഴുതി ചേർത്തു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഹിന്ദു പത്രം പറഞ്ഞല്ലോ അത് PR ഏജൻസി എഴുതി തന്നതാണ്. അപ്പൊ ഈ PR ഏജൻസി ഉണ്ടോ? PR ഏജൻസി ഉണ്ട്. സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരാൾ
ദേവകുമാർ മുൻ MLA മകൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു. വേറെ ഈ PR ഏജൻസിയുടെ ഒരു ഉടമസ്ഥനും ഈ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് അവിടെ വന്നു. മുഖ്യമന്ത്രി പറയുന്ന ന്യായീകരണം എന്താ? എൻ്റെ പത്രസമ്മേളന സമയത്ത് അവിടെ ഒരാൾ വന്നു, ഇരുന്നു, എഴുന്നേറ്റ് പോയി. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലേ ഒരുപാട് സെക്യൂരിറ്റിയും സംവിധാനമൊക്കെ ഉള്ളിടത്ത്. അപ്പം ഇതെല്ലാം അവർ പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്ത സംഗതിയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ വലിയ വർത്തമാനം പറയുകയും ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ്, ഞങ്ങൾ എന്നും RSSനെതിരാണെന്നൊക്കെ പറയുന്നു. പഴയ കാലമല്ല, ഇപ്പോഴത്തേതാണല്ലോ പ്രശ്നം. ഇപ്പം RSSുമായിട്ട് നിങ്ങൾ സന്ധി ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഭരണം, അതിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, പിന്നെ ഒരു പൊളിറ്റിക്സും അതിലുണ്ട്. RSSനും BJPക്കും കേരളത്തിൽ 2 മുന്നണികൾ ഇങ്ങനെ ശക്തമായി നിൽക്കുന്നത് കൊണ്ട് അവർക്കൊരു എഡ്ജ് കിട്ടുന്നില്ല. അവർക്ക് ഈ 2 മുന്നണികൾക്ക് ഇടയിൽപ്പെട്ട് ഉയർന്നു വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ RSSന്റെയും BJPന്റെയും താല്പര്യം ഇതിലൊന്ന് തകരണമെന്നാണ്. അപ്പോൾ UDFനെ തകർക്കാൻ LDFുമായിട്ട് BJPക്ക് ഒരു അന്തർധാരയുണ്ട് എന്നുള്ളത് സമീപകാല സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ADGP RSS നേതാക്കന്മാരെ കണ്ടത് ഇപ്പം അൻവർ വെളിപ്പെടുത്തിയിട്ട് വേണോ മുഖ്യമന്ത്രി അറിയാൻ? നമ്മുടെ നാട്ടിൽ പോലീസിന് ഇന്റലിജൻസ് ഇല്ലേ? ഇത്തരം കാര്യങ്ങളായ ഇന്റലിജൻസ് അറിയുമല്ലോ. ഈ വിഷയവും അറിഞ്ഞിട്ടുണ്ടല്ലോ, മുഖ്യമന്ത്രിയെ വിവരം ധരിപ്പിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ലല്ലോ. ഇപ്പോ അൻവർ പറഞ്ഞപ്പോഴും അതിന് അൻവർ പറയുന്നതിന് മുമ്പ് നമുക്ക് മലപ്പുറത്ത് നിൽക്കാം എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇന്ന് നിയമസഭയിൽ തന്നെ നിങ്ങൾ പല വിഷയങ്ങളിൽ പോയി ചെതറിപ്പോയി എന്നാണ് ഈ സമ്മേളനം കണ്ടപ്പോൾ തോന്നിയത്. നമുക്ക് ADGPയിലാണ് ഇന്നത്തെ ചർച്ചയെങ്കിലും മലപ്പുറത്തിൽ നിൽക്കാമെന്ന് തോന്നുന്നു ഇവിടുത്തെ ചർച്ച. ഞാൻ ചോദിക്കുന്നത് മലപ്പുറത്തിന്റെ കാര്യത്തിൽ 2 പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് ശ്രീ ഷംസുദ്ദീൻ. ഒന്നാമത്തേത് താങ്കൾ പറഞ്ഞതുപോലെ മലപ്പുറത്തിനെതിരായിട്ടുള്ള സംഘപരിവാറിന്റെ വിദ്വേഷവാചകം മുഖ്യമന്ത്രിയുടെ നാവിൽ തിരുകി പ്രസിദ്ധീകരിച്ച ഏജൻസിക്കെതിരെ അന്വേഷണം ഇല്ല എന്ന് വന്നാൽ അത് മുഖ്യമന്ത്രിയുടെ തന്നെ താല്പര്യമാണെന്ന് സംശയം സ്വാഭാവികമായും വരും. അതിനിവർക്ക് മറുപടിയില്ല. ഒന്നാമത്തത്. 2, മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിന്റെ കേസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം മലപ്പുറത്ത് മാത്രമാണ് പോലീസ് ഇങ്ങനെ സ്വർണം പിടിക്കുന്നത്. വേറെ സംസ്ഥാനങ്ങളിൽ, വേറെ ജില്ലകളിലെ എയർപോർട്ടുകളിൽ നിന്ന് കേൾക്കുന്നില്ല. കാരണം അവിടെയെല്ലാം കസ്റ്റംസ് കൃത്യമായി ആളെ പിടിക്കുന്നുണ്ട്. ഇത് നോക്കൂ, കസ്റ്റംസ് അവരുടെ സ്കാനറിൽ തെളിയുന്ന വിവരങ്ങൾ പുറത്തു കൊടുത്തു, പുറത്ത് പോലീസ് പിടിച്ച് പോലീസ് പാതി അടിക്കുന്നു എന്നതാണ് പ്രശ്നം. ഇത് മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ള ആരോപണത്തിന് സർക്കാരിന് വ്യക്തതയുള്ള മറുപടി ഉണ്ടോ ശ്രീ ഷംസുദ്ദീൻ? ഇല്ല. അതിന് പറയുന്നത് അത് പോലീസ് പിടിക്കുന്നതിൻ്റെ ഒരു മിടുക്കായിട്ടാണ് പറയുന്നത്. സത്യത്തിൽ അതല്ല. താങ്കൾ പറഞ്ഞ പോലെ ഈ വിവരം പുറത്തു കൊടുത്തിട്ട് പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി പൊട്ടിക്കൽ, സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞ ഒരു ഇടപാടാണ് ഇവർ നടത്തുന്നത്. മുമ്പ് അർജുൻ ആയങ്കി എന്നൊക്കെ പറയുന്ന ചില CPM സഹയാത്രികന്മാരെ സംബന്ധിച്ച് അങ്ങനെ ചില കേസുകൾ പിടിക്കപ്പെട്ടതും അതുമായി പരസ്യമായി തെരുവുകളിൽ അക്രമം നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇവിടെ ഇത് ADGP തന്നെയാണ് ഇതിന്റെ ഏജന്റ് എന്ന് പറഞ്ഞത് അവരുടെ കൂട്ടത്തിലുള്ളൊരു MLA ആണ്. അപ്പം കസ്റ്റംസ് പിടിക്കാതെ പുറത്തു വരുന്ന സ്വർണം, കസ്റ്റംസുമായിട്ടുള്ളൊരു നെക്സസ് ഉണ്ട്. കസ്റ്റംസിൽ നമ്മുടെ ഇവിടുത്തെ പോലീസിന്റെ പ്രതിനിധികൾ ഉണ്ടാവും. ഇവിടെ നിന്നുള്ള പോലീസിനെ തന്നെയാണ് കസ്റ്റംസിലേക്ക് സഹായത്തിന് കൊടുക്കുന്നത്. പല എയർപോർട്ടുകളിലും ചെന്നാൽ നമുക്ക് കാണാം. കസ്റ്റംസിന്റെ എയർപോർട്ടിന്റെ ഡ്യൂട്ടിയിലേക്ക് DYSPമാരെയും CIമാരെയും ഒക്കെ മാറ്റാറുണ്ട്. അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണം പൊട്ടിക്കൽ നടക്കുന്നത്. അപ്പൊ അതൊക്കെ ആ കേസുകളുടെ എണ്ണം കൊണ്ടാണ് കേസ് കൂടുന്നതെന്ന് പറയുന്നതൊന്നും ശരിയല്ല. അത് സുജിത് ദാസ് 2 പ്രധാനപ്പെട്ട പോയിന്റുകൾക്ക് ഉത്തരം പറയാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല മലപ്പുറവുമായിട്ടെന്നാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ CPIMന്റെ പ്രതിനിധി ശ്രീ പ്രേംകുമാർ MLA നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ പ്രേംകുമാർ, മലപ്പുറവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ മലപ്പുറം രൂപീകരണത്തിലെ CPIMന്റെ പങ്കാളിത്തവും കോൺഗ്രസിന്റെ ആ കാര്യത്തിലുള്ള ഏറ്റവും കടുത്ത വിരുദ്ധ നിലപാടും ചരിത്രത്തിലെ ചില സത്യങ്ങൾ തന്നെയാണ്. അവ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യം. പക്ഷേ വർത്തമാനം കൂടി സംസാരിക്കണമല്ലോ. ഇതിലേറ്റവും മൗലികമായ പ്രശ്നം മലപ്പുറത്തിനെതിരെ സംഘപരിവാർ കാലങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്വേഷവാചകം മുഖ്യമന്ത്രിയുടേതായി ദ ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. അവരാ ഭാഗം മുഖ്യമന്ത്രിയുടേതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റി. കാരണം മുഖ്യമന്ത്രിയുടെ ഏജൻസി വന്ന് ഞങ്ങളോട് പറഞ്ഞു, CMന് വേണ്ടി ഞങ്ങളെ സമീപിച്ച ഏജൻസിയാണ് എഴുതി തന്നത്, ഏജൻസി തന്നത് ഞങ്ങൾ എഴുതാൻ പാടില്ലായിരുന്നു എന്നാണ്. ആ ഏജൻസിയെക്കുറിച്ച് അന്വേഷിക്കില്ല എന്നതാണ് നിങ്ങളുടെ ശാഠ്യം. ആ ഏജൻസിക്ക് വേണ്ടി അഭിമുഖം ഏർപ്പാടാക്കിയ സുബ്രഹ്മണ്യനോട് ഒരു വാക്ക് ചോദിക്കില്ല എന്നാണ് നിങ്ങളുടെ ശാഠ്യം. എന്ന് വെച്ചാൽ വിദ്വേഷവാചകം എഴുതിയ ഏജൻസിയെ നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഞങ്ങൾ മലപ്പുറത്തിന്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ശ്രീ പ്രേംകുമാർ? അല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ആദ്യമേ തന്നെ അതങ്ങ് പ്രഖ്യാപിക്കേണ്ട.
ഇവിടെ ആര് വിശ്വസിക്കുമെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്ന ചിലരെല്ലാം ഈ നാട്ടിലുണ്ട്. ആ വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണ് കേരളത്തിൽ ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ജമാഅത്തെ ഇസ്ലാമിയും RSSും ഒരുമിച്ച് ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെപ്പോലെ കാശ്മീരിൽ മത്സരിച്ചിട്ടും CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള മുഹമ്മദ് യൂസഫ് തരിഗാമി ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ ജയിച്ചു വന്ന രാജ്യമാണ് ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായിട്ടുള്ള, ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ജമ്മു കാശ്മീർ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവുമൊക്കെ രാജ്യത്തെ അധ്വാനിക്കുന്ന മനുഷ്യരും ഈ രാജ്യത്തെ തൊഴിലാളികളും കർഷകരും സാധാരണക്കാരും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെയും ഇടതുപക്ഷം മലപ്പുറം ജില്ല രൂപീകരിക്കുക മാത്രമല്ല, ഇപ്പോൾ RSS ഉയർത്തുന്ന അതേ വാദം, അതേ സമീപനം സ്വീകരിക്കുന്നു എന്ന് സ്ഥാപിക്കാനാണല്ലോ താങ്കൾ തന്നെ ശ്രമിക്കുന്നത്. ഞാൻ പറയട്ടെ, ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം കൊടുത്തതാരാ? മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രി പറയാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾ കൊടുത്തു എന്ന് ഹിന്ദു പത്രവും സംബന്ധിച്ച് ഖേദം പ്രകടിപ്പിച്ചാൽ അതവിടെ തീരേണ്ടതല്ലേ? അങ്ങനെ തീരില്ലല്ലോ. അങ്ങനെ തീരില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അബദ്ധം പറ്റി കയ്യിൽ നിന്ന് എഴുതി കൊടുത്തതാണെന്നല്ലോ. അങ്ങനെയല്ലോ. ഞങ്ങള് ഹിന്ദു ദിനപത്രത്തിന്റെ ലേഖിക അവരുടെ ഇതിൽ മറ്റാർക്ക് എന്താണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം? അല്ല, ഹിന്ദു ദിനപത്രത്തിന്റെ ലേഖികയ്ക്ക് ഒരു അബദ്ധം പറ്റി, ഞങ്ങൾ കയ്യിൽ നിന്ന് 2 വാക്ക് എഴുതി കൊടുത്തു എന്നല്ലോ. ഹിന്ദു നിങ്ങൾ പറയുന്ന പോലെ അല്ല പറഞ്ഞത്. നിങ്ങൾ പറയുന്ന പോലെ അല്ല ഹിന്ദു പറഞ്ഞത്. വ്യാജം പറയരുത്. ഞങ്ങളുടെ ലേഖികയ്ക്ക് ഒരു അബദ്ധം പറ്റി, അവർ കയ്യിൽ നിന്ന് 2 വരി എഴുതി കൊടുത്തു എന്നല്ലോ ഹിന്ദു പറയുന്നത്. എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് ഞാൻ ഈ ഫ്ലോറിൽ പറയുന്നത്. ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിച്ചോ? എന്താ ഖേദം പ്രകടിപ്പിച്ചപ്പോ എഴുതിയിരിക്കുന്നത്? ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിച്ചോ? എന്താണ് ഖേദവാചകം? എന്താണ് ഖേദവാചകം? താങ്കൾ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ആ തെറ്റെന്താണ്? മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് വേണ്ടി ഞങ്ങളെ സമീപിച്ച കൈസൻ എന്ന് പറയുന്ന ഏജൻസിയുടെ ആളുകൾ ഞങ്ങൾക്ക് എഴുതി തന്നത് പ്രസിദ്ധീകരിച്ചു. മുഖ്യമന്ത്രിയുടെ ഏജൻസി എഴുതി തന്നത് പ്രസിദ്ധീകരിക്കാൻ പാടില്ലായിരുന്നു, അദ്ദേഹം പറഞ്ഞതേ പ്രസിദ്ധീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. ശരി, അപ്പോ മുഖ്യമന്ത്രിയുടെ പേരിൽ, കേരള മുഖ്യമന്ത്രിയുടെ പേരിൽ അദ്ദേഹം പറയാത്ത വിദ്വേഷവാചകം പ്രസിദ്ധീകരിപ്പിച്ച ഏജൻസി ഏതാണ് എന്ന് ഞങ്ങൾ അന്വേഷിക്കില്ല എന്ന ശാഠ്യം എന്തിനാണ്? അതാണ് എന്റെ ചോദ്യം. അന്വേഷിക്കില്ല എന്ന ശാഠ്യം നിങ്ങൾ ചാർത്തി തരികയാണ്. അതിനെ പറ്റിയുള്ള അന്വേഷണം അല്ലല്ലോ പ്രശ്നം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു മലപ്പുറം ജില്ല മുസ്ലിങ്ങളുടെ മാത്രം സ്വത്താണോ? അങ്ങനെയാണോ നിങ്ങൾ കാണുന്നത്? ഇടതുപക്ഷത്തിന് CPIMന് കേരളത്തിലെ നിലപാടില്ല. മലപ്പുറം ജില്ല മുസ്ലിങ്ങളുടെ മാത്രമല്ല, മലപ്പുറം ജില്ല നമ്മുടെ നാടിന്റെ ബഹുസ്വരതയുടെ ഭാഗമായിട്ടുള്ള സവിശേഷതകളുള്ള ജില്ലയാണ്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം ജില്ല ഒരു മുസ്ലിം ജില്ലയാണെന്നും അവിടെ മുസ്ലിം തീവ്രവാദമുണ്ടെന്നും അവിടെ രാജ്യവിരുദ്ധത അരങ്ങേറുന്നു എന്നും പ്രചരിപ്പിച്ച വാചകം ആരുടെ വാചകമാണ്? കാലത്തും ആ നിലപാടാണ്. അങ്ങനെ ഇരിക്കെ മലപ്പുറം ജില്ല ഒരു മുസ്ലിം ജില്ലയാണെന്നും മുസ്ലിം തീവ്രവാദികൾ അവിടെ ഉണ്ടെന്നും അവിടെ മുസ്ലിം എക്സ്ട്രീമിസം ഉണ്ടെന്നും പറഞ്ഞ വാചകം ആരുടേതാണ്? മുഖ്യമന്ത്രിയുടെ. ആ വാചകം ഇന്ന് നോർത്ത് ഇന്ത്യയിൽ കറങ്ങിക്കൊണ്ടിരിക്കെ അതിനുവേണ്ടി പണിയെടുത്ത ഗൂഢാലോചകരാരാണ് എന്ന് അന്വേഷിക്കില്ല. സുബ്രഹ്മണ്യത്തോട് ചോദിച്ചോ CM എന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്നെ വിളിക്കാനൊന്നും പോയില്ല, ഞങ്ങൾ പിന്നെ അതിന്റെ പിന്നാലെ പോയില്ലെന്നാണ്. ഇവിടെ ഒരു ഫ്ലൈറ്റിൽ കയറി മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് മുദ്രാവാക്യം മുഴക്കിയ മനുഷ്യർക്കെതിരെ വധശ്രമ കേസിട്ട് കാപ്പ ചുമത്താൻ നോക്കിയ പോലീസും സർക്കാരും, മുഖ്യമന്ത്രിയുടെ പേരിൽ സംഘപരിവാറിന്റെ വിദ്വേഷവാചകം ദേശീയ ദിനപത്രത്തിൽ അച്ചടിപ്പിച്ചവർക്കെതിരെ അന്വേഷണമില്ല. ഒന്ന് വിളിച്ചു ചോദിക്കുന്ന പോലും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് ഈ വിദ്വേഷവാചകം എഴുതിയ ആളുകൾ എന്ന് വരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറ, ഈ ഏജൻസിയെ പിടിക്കും ഞങ്ങൾ എന്ന് പറയണ്ടേ? നിങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു PR ഏജൻസി ഇല്ല. PR ഏജൻസി ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ പറയുന്ന PR ഏജൻസി ഉണ്ടല്ലോ. അങ്ങനെ ഒരു PR ഏജൻസി ഇല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഹിന്ദു പറഞ്ഞ ഏജൻസി ഏതാണ്? റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഹിന്ദു മാന്യമായ നില സ്വീകരിച്ചു. ആ ഹിന്ദു പറയുന്ന ഏജൻസി ഏതാണ്? നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ അത് ഹിന്ദുവിനോട് ചോദിക്കൂ. അല്ല, മുഖ്യമന്ത്രിയുടെ കണ്ടുപിടിക്കൂ. മുഖ്യമന്ത്രിയുടെ കൂടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു എന്ന് നമ്മളെന്തിനാ കണ്ടുപിടിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ കൂടെ ഏജൻസിയുടെ ആള് വന്നിരുന്നു എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കല്ലേ? മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ് ഏജൻസിയിൽ ആള് വന്നിരുന്നു. കണ്ടുപിടിക്കൂ. ഞാനോ? നിങ്ങളുടെ സാഹസികമായ സത്യാന്വേഷണ പത്രപ്രവർത്തനത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾ കണ്ടുപിടിക്ക്. മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കണ്ടേ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിനിടെ വന്നിരുന്ന അജ്ഞാതൻ ആരാണ് എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കണ്ടേ? കണ്ടുപിടിക്ക്. മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കണ്ടേ നടത്തിയത് എന്തെല്ലാമാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്ക്. എന്റെ പണിയാണോ? അല്ല, മുഖ്യമന്ത്രി അല്ല, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. എന്റെ പണി നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ അന്വേഷിച്ചു. ആ PR ഏജൻസിയുടെ പേര് കൈസൻ എന്നാണ്.
അതിന് തലപ്പത്തിരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം എന്താണ്, അതിന്റെ സൗത്ത് ഇന്ത്യയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയം എന്താണ്, അവർ ഇതിനു മുമ്പ് പ്രവർത്തിച്ച സ്ഥാപനം എല്ലാം നമുക്കറിയാം. ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്തതാണെങ്കിലും പ്രിന്റ് ചെയ്തു വന്നതാണെങ്കിലും ഇന്റർവ്യൂ എടുത്ത ആളുകളല്ലേ പറയുന്നത്. ഞങ്ങൾക്ക് പറയാത്ത കാര്യം ഇന്റർവ്യൂ എടുത്ത ആള് നോക്കൂ, ഇന്റർവ്യൂ എടുത്ത ആള് പറഞ്ഞത് എന്താണ്, മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അതിന് അടുത്ത് വന്നിരിക്കുകയാണെന്ന് ഈ പറയുന്ന MD അവര് വിശ്വസിക്കില്ല ഇത് മുഖ്യമന്ത്രിയുടെ ആളാണെന്ന് വിശ്വസിക്കില്ല. മുഖ്യമന്ത്രി സമ്മതിച്ചു, ഞാൻ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ കടന്നു വന്നു, അയാൾ അവിടെ ഇരുന്നു, അയാൾ ഏജൻസിയുടെ ആളാണെന്ന് ഞാൻ അപ്പോഴറിഞ്ഞില്ല, പിന്നെ അറിഞ്ഞല്ലോ, അറിഞ്ഞപ്പോൾ അന്വേഷിക്കാമല്ലോ ഇയാൾ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നിരുന്നത്. അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അയാൾക്ക് എങ്ങനെ വരാൻ കഴിഞ്ഞു? മുഖ്യമന്ത്രി സമ്മതിച്ചു ഏജൻസിക്കാരൻ അടുത്തു വന്നിരിപ്പുണ്ടായിരുന്നുവെന്ന്. നിങ്ങളത് അന്വേഷിക്കില്ല എന്ന് പറയുമ്പോൾ മലപ്പുറത്തിനെതിരെ വിദ്വേഷവാചകം കുറിപ്പായി പ്രസിദ്ധീകരിക്കുകയും പിന്നീട് തുണ്ട് തിരികെ കയറ്റുകയും 2 തവണ ഇടപെടുകയും ചെയ്ത ഏജൻസി നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ട ഏജൻസിയാണെന്നിരിക്കെ ഞങ്ങൾ മലപ്പുറത്തോട് വിവേചനമില്ലാത്തവരാണെന്നുള്ള നിങ്ങളുടെ വാചകം അർത്ഥപരമായി പൂർണ്ണമാകില്ല പ്രേംകുമാർ. അല്ലെങ്കിൽ നിങ്ങൾ ആ ഏജൻസിയെ പൂട്ടണം. അതെ, നിങ്ങൾക്കത് പൂർണ്ണമാകില്ല എന്ന നല്ല ബോധ്യമുണ്ട്. നിങ്ങൾക്ക് പൂർണ്ണമായേ അടങ്ങൂ എന്ന വാശി എനിക്കില്ല. ഞാൻ ഒറ്റ കാര്യം കൂടി പറയാം. മലപ്പുറം മാത്രമല്ല, നിങ്ങൾ ഇപ്പോഴും പരിശ്രമിക്കുന്നത് എന്താ? മലപ്പുറത്തെ ഒരു മതത്തിന്റെ ഭാഗമാക്കി ചുരുക്കാനാണ്. ആ നിലപാടല്ല കേരളത്തിലെ ഗവൺമെന്റിനുള്ളത്. കുറ്റകൃത്യങ്ങളെയും കുറ്റവാളികളെയും അവരുടെ മതം ചികഞ്ഞ് അതിനകത്ത് നിലപാട് സ്വീകരിക്കുന്ന സമീപനം കേരളത്തിൽ ഇടതുപക്ഷത്തിനില്ല. ആര് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ കേരളത്തിൽ എന്തുമാത്രം ഈ പ്രേംകുമാർ ഈ കേരളത്തിൽ എന്തുമാത്രം പുതിയ ജില്ലകൾ വേണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ്. പ്രക്ഷോഭം നടത്തിയത് CPIM ആണ്. കുറിച്ച് പരാതിയില്ല. CPM ആ കാര്യത്തിൽ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, മതനിരപേക്ഷ പോരാട്ടങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി മതനിരപേക്ഷമാണ് എന്നതിൽ എനിക്കൊരു തർക്കമില്ല. CPIM സംഘവുമായി ധാരണയിലെത്തിയെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സർക്കാർ ചെയ്യുന്നത് എന്താണെന്നാണ് എൻ്റെ ചോദ്യം. നോക്കൂ, നെയ്യാറ്റിൻകര ജില്ല രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദക സംഘം മുഖ്യമന്ത്രിയെ കണ്ട് കുറിപ്പ് നൽകി മടങ്ങിപ്പോയി. നെയ്യാറ്റിൻകര ജില്ല രൂപീകരിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സംഘം PB അംഗത്തെ കണ്ടിട്ടുപോയി. നിങ്ങൾക്ക് പരാതിയൊന്നുമില്ല. മൂവാറ്റുപുഴ ജില്ല വേണമെന്ന് ആവശ്യം സംസ്ഥാനത്തുണ്ട്, നിങ്ങൾക്ക് പരാതിയില്ല. മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് ചേർത്ത് വിഭജിക്കണമെന്ന് ആവശ്യം വന്നപ്പോ മതരാഷ്ട്രവാദമാണെന്ന് പറയുകയാണ് നിങ്ങൾ. എന്ന് വെച്ചാൽ നിങ്ങൾ മലപ്പുറം ജില്ലയെ കാണുന്നത് ഏതോ മതത്തിലെ കുറെ ആളുകൾ കൂടുതലുള്ള ജില്ല എന്ന നിലയ്ക്കാണ്. നെയ്യാറ്റിൻകര ജില്ല വേണമെന്ന ആവശ്യം നിവേദക സംഘം വന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് പോയി. മതരാഷ്ട്രവാദം എന്ന പരാതിയില്ല. മൂവാറ്റുപുഴ ജില്ല വേണമെന്ന ആവശ്യമായിരുന്നു, മതരാഷ്ട്രവാദം എന്ന പരാതിയില്ല. മലപ്പുറം കോഴിക്കോട് ജില്ലകൾക്കിടയിൽ പുതിയ ജില്ല വേണമെന്ന് വന്നപ്പോൾ നിങ്ങൾ അവിടുത്തെ ഡെമോഗ്രഫി പരിശോധിച്ച് നോക്കി, ആരാണ് അവിടെ കൂടുതൽ നോക്കിയിട്ട് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു മതരാഷ്ട്രവാദം. നിങ്ങൾ പറഞ്ഞല്ലോ ചരിത്രത്തിൽ ഞങ്ങൾ മലപ്പുറത്തിന് വേണ്ടി നിലകൊണ്ടവരാണെന്ന്. അന്ന് നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായ നിലപാട് ഇന്ന് നിങ്ങൾ പറയുന്നതിന്റെ യുക്തി വിശദീകരിക്കാമോ? ഞങ്ങൾ ഇന്നും പറയും, നാളെയും പറയും, എന്നും പറയും. ഞങ്ങൾ സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തോട് ഏറ്റുമുട്ടി 218 ധീരന്മാരെ നഷ്ടപ്പെട്ട പ്രസ്ഥാനമാണ്. നാളെയും ഒട്ടേറെ സഖാക്കളെ, പ്രവർത്തകരെ ബലി കൊടുക്കാൻ തയ്യാറുള്ള പ്രസ്ഥാനമാണ്. RSSുമായി നിങ്ങൾ കോൺഫ്ലിക്റ്റ് ഒക്കെ ഒഴിവാക്കി ശ്രീ എമ്മുമായി ധാരണ ഉണ്ടാക്കി. തലസ്ഥാനത്ത് 4 ഏക്കർ ചുരുങ്ങിയ പൈസയ്ക്ക് പാട്ടത്തിന് അയക്ക് കൊടുത്തു. അദ്ദേഹം യോഗി വര്യനും മതനിരപേക്ഷവാദിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു. അത് കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ചരിത്രത്തെ നിരാകരിക്കുന്നില്ല, പക്ഷെ വർത്തമാനം കൂടി ചേരുമ്പോഴേ ഏതൊന്നും പൂർണ്ണമാകൂ എന്നോർക്കണം. എന്റെ ചോദ്യം ഇതാണ്, സംഘപരിവാറിന്റെ ഏജൻസി നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി കുറിപ്പെഴുന്നു, നിങ്ങൾ അന്വേഷിക്കില്ല. നിങ്ങൾക്ക് ആ ഏജൻസിയെ സംരക്ഷിക്കണം. മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നിരുന്ന ദുരൂഹ വ്യക്തി ആരാണ് എന്ന് അന്വേഷിക്കേണ്ട മുഖ്യമന്ത്രിക്കെങ്കിൽ കളങ്കിത വ്യക്തികളെ കുറിച്ച് എപ്പോഴും മുന്നറിയിപ്പ് കൊടുക്കാറുള്ള അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന് പറയാറുള്ള മുഖ്യമന്ത്രിക്ക് അടുത്ത് വന്നിരുന്ന കൈസൺ ഏജൻസിയുടെ MD ആരാണെന്ന് അന്വേഷിക്കേണ്ട എങ്കിൽ അയാളെ നിങ്ങൾക്ക് സംരക്ഷിക്കണം. എന്നിട്ട് മലപ്പുറത്തിനുള്ള സ്നേഹവും കൂടി പറയരുത് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഓരോ സെക്കൻഡിലും താങ്കൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എങ്കിൽ പിന്നെ താങ്കളുടെ അഭിപ്രായവും നിലപാടും ഒരു പ്രഭാഷണവും നടത്തി അവസാനിപ്പിച്ച് എന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അനുവദിക്കുന്നത് 3 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 മിനിറ്റ് സമയം തരാം, അല്ലെങ്കിൽ 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് സമയം തരാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിനുശേഷം ഈ ചർച്ചയിൽ ഉടനീളം എനിക്ക് സമയം അനുവദിക്കാതിരിക്കാം.
എനിക്ക് സമയം തരികയും ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ മാത്രം വളരെ വളരെ ശക്തമായി തുടർച്ചയായി താങ്കളുടെയും താങ്കളുടെ ചാനലിൻ്റെയും നിലപാടുകൾ ഇങ്ങനെ ഇടതടവില്ലാതെ മൊഴിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അത്ര സുഖകരമായ താങ്കളുടെ പോയിന്റ് പൂർത്തിയാക്കും. എന്റെ ചോദ്യം ഇതാണ്, സിമ്പിൾ ആണ്. താങ്കൾ അതിൽ നിന്നാൽ ഞാൻ വലിയ തോതിൽ കടപ്പെട്ടിരിക്കും. കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അങ്ങനെ പങ്കെടുക്കുമ്പോൾ മര്യാദയും മാന്യതയും നിങ്ങൾ അനുവദിക്കുന്ന സമയം ഇത്രയാണ്. പരാമർശം നടത്തിയാൽ അതിനിടയിൽ നിങ്ങൾക്ക് ചോദിക്കാം, പ്രശ്നമില്ല. ഓരോ സന്ദർഭത്തിലും ചാനലിന്റെ നിലപാട്, താങ്കളുടെ ചാനലിന്റെ രാഷ്ട്രീയ നിലപാട് അത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്താണ്. അതിന് വഴങ്ങിത്തരാൻ തൽക്കാലം മനസ്സില്ല. ഈ സന്ദർഭത്തിൽ താങ്കൾ അതിന് വഴങ്ങണ്ട. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. താങ്കൾ 2-3 മിനിറ്റ് എടുത്ത് ഉത്തരം പറഞ്ഞോളൂ. സിമ്പിളാണ് ചോദ്യം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നിരുന്ന കൈസൺ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ MD അയാൾ എന്തിനു വന്നിരുന്നു, അയാൾ എന്താണ് പണിയെടുത്തത് എന്ന സാധാരണ നിലയ്ക്ക് അന്വേഷിക്കേണ്ടതാണല്ലോ. അയാൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നിരുന്നു, മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ്. പത്രക്കാരനല്ല, മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഒഫീഷ്യലല്ല, മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധുവല്ലാത്ത ഒരാൾ, ഒരു ഏജൻസിയുടെ തലവൻ വന്ന് അടുത്തിരുന്നു എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ വിദ്വേഷവാചകം പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. ആ ഗൂഢാലോചന അന്വേഷിക്കില്ല, ഈ ദുരൂഹ വ്യക്തി ആരാണെന്ന് അന്വേഷിക്കില്ല എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് താങ്കൾ എന്തും പറഞ്ഞോളൂ. അല്ല, ഞാൻ എന്തും പറയാനല്ല. ഞാൻ വളരെ കൃത്യമായി എൻ്റെ പാർട്ടിയും എൻ്റെ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റും കേരളത്തിൽ പൊതുവിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടും വർഗീയതയ്ക്കെതിരായുമായും ഒക്കെ സ്വീകരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് ഇന്നത്തെ സഭയുടെ ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ്. ഇന്നത്തെ ചർച്ചയിലെ അടിയന്തര പ്രമേയത്തിലെ പ്രശ്നം PR വർക്കും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതും മലപ്പുറം ജില്ലയുമായിരുന്നില്ല. പ്രമേയ അവതാരകൻ തന്നെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ചർച്ചയിലെ വിഷയം ADGP RSS നേതാവിനെ കണ്ടതായിരുന്നു. കണ്ടത് ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് എന്ന് പറയുന്നു. ആ 1.5 വർഷം മുമ്പ് കണ്ടതിന് എന്നാണ് പ്രതിപക്ഷ നേതാവ് പരാതി കൊടുത്തത്. പ്രതിപക്ഷ നേതാവ് പറയാൻ ശ്രമിച്ചത് അങ്ങനെ RSS നേതാവിനെ ADGP അജിത് കുമാർ കണ്ടത് തൃശ്ശൂരിലെ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ദൂതനായിട്ടാണ് അജിത് കുമാർ പങ്കെടുത്തത് എന്നാണ്. അതിൽ വസ്തുതയുണ്ടോ നമുക്ക് പരിശോധിക്കാം. ആ വിഷയത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു റിസൾട്ട് വന്നു. 86,000 വോട്ട് UDFന്റെ അവിടെ നഷ്ടപ്പെട്ടു. LDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 16,000-ൽ പരം വോട്ട് ലഭിക്കുകയും ചെയ്തു. BJP അവിടെ വിജയിച്ചു. BJP വിജയിച്ചതിനെ ഗൗരവമായിട്ട് കാണുന്നു. എന്നാൽ അത്തരമൊരു വിജയത്തിലേക്ക് നയിച്ചത് ഇടതുപക്ഷമല്ല, UDFന്റെ വോട്ടിലുണ്ടായിട്ടുള്ള കുറവാണ് എന്ന് കൃത്യമായി മനസ്സിലായി. കേരളത്തിൽ ഇന്നേ വരെ ഇടതുപക്ഷം ഒരിക്കലും ഉദ്യോഗസ്ഥരെ, ഏത് വിഭാഗം ഉദ്യോഗസ്ഥരായാലും അവരെ രാഷ്ട്രീയ ദൗത്യത്തിന് ഉപയോഗിച്ച ചരിത്രമില്ല. ഉപയോഗിച്ച ചരിത്രവും പാരമ്പര്യവും ഉള്ളത് കോൺഗ്രസിനാണ് എന്ന് തെളിവുകളുടെ പശ്ചാത്തലത്തിൽ നിയമസഭയിൽ ഇന്ന് കൃത്യമായി ചർച്ചയുടെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടു. എല്ലാ കാലത്തും ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ ദൗത്യത്തിന് പറഞ്ഞയച്ച പാരമ്പര്യമുള്ളവർക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ കണ്ടാൽ അത് തങ്ങളുടേതുപോലെ രാഷ്ട്രീയമായ ഉദ്ദേശത്തിനാണോ എന്ന് സംശയം തോന്നുക സ്വാഭാവികമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിലെ നേതൃത്വം പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു, CPIMന്റെ നേതാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയമായ ദൗത്യത്തിന് ഒരു ഉദ്യോഗസ്ഥനെയും ചുമതലപ്പെടുത്തേണ്ട ഗതികേടില്ല, ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, ഈ കാര്യത്തിലും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല എന്നത് കൃത്യമായി വ്യക്തമാക്കി. രണ്ടാമത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടാണ്. മലപ്പുറം ജില്ല എന്നത് കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ലയാണ്. ആ ജില്ല രൂപീകരിക്കുന്നതിന് രാഷ്ട്രീയമായ തീരുമാനമെടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. 67-ലെ EMS സർക്കാരാണ്. ആ സർക്കാർ സ്വീകരിച്ച മലപ്പുറം ജില്ലാ രൂപീകരണത്തിന്റെ തുടർച്ചയിൽ ഒരു ജില്ലയോടും ഒരു പ്രദേശത്തോടും പ്രത്യേകമായിട്ടുള്ള വിദ്വേഷമോ ഒരു ജനതയെ ഏതെങ്കിലും നിലയിൽ അപഹസിക്കുകയോ അവഹേളിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന ഉദ്ദേശമോ ലക്ഷ്യമോ കേരളത്തിലെ ഗവൺമെന്റിനില്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്കുമില്ല എന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിലിനി ഒരു നിലയിലുള്ള സംശയത്തിനും ഇടയില്ല.
കേരളത്തിൽ എന്തെങ്കിലും RSSനെ എതിർക്കുകയല്ല, ഇന്ന് ഈ നിമിഷത്തിലും ഇടതുപക്ഷമാണ് RSSനെതിരായി സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്നത്. അതാണ് ഞാൻ മുഹമ്മദ് യൂസഫ് തരിഗാമിയുടെ കാര്യം പറഞ്ഞത്. നിയമത്തെ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞത് 3.5 കൊല്ലം മുമ്പ് കേരളത്തിൽ പലയിടത്തും ഇടതുപക്ഷത്തെ ഒരുമിച്ച് നിന്ന് എതിർക്കുന്ന സാഹചര്യമുണ്ട്. അതിന്റെ ഒടുവിലത്തെ ഇന്ത്യൻ ഉദാഹരണമാണ് ജമ്മു കാശ്മീരിൽ BJPയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് നടത്തിയിട്ടുള്ള കൂട്ടുകെട്ട്, അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് ഇതിന്റെ ഭാഗമായി പ്രേംകുമാർ, എന്റെ ചോദ്യം PV അൻവർ ഒരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കേരളത്തിലെ സർക്കാർ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കള്ളക്കടത്ത് സംഘങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നിലപാടുകളാണ്. PV അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ കേരളത്തിലെ സർക്കാർ കള്ളക്കടത്ത് സംഘങ്ങൾക്കെതിരെ, തീവ്രവാദ ശക്തികൾക്കെതിരെ, രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ എടുക്കുന്ന കർശന നടപടികളാണ് സർക്കാരിനെ വേട്ടയാടുന്നതിന് കാരണം എന്നൊരു കുറിപ്പുണ്ടാക്കി ദേശീയ മാധ്യമങ്ങൾക്കും കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കും വിതരണം ചെയ്തു ഒരു ഏജൻസി. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അതേ ഏജൻസി ഒരാൾ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്നു. എന്നിട്ട് അവരെഴുതി കൊടുത്ത കുറിപ്പ് മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. എന്തുമാത്രം വലിയ ഗൂഢാലോചനയാണ്! ഇപ്പോഴും താങ്കളെപ്പോലുള്ള ആളുകൾ മലപ്പുറം വിഷയത്തിൽ മറുപടി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഏജൻസി ഉണ്ടാക്കിയ പൊല്ലാപ്പാണ്. ആ ഏജൻസി ഒരു മായയൊന്നുമല്ല. ആ ഏജൻസി മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്നു. കേരള മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്നു ഏജൻസിയുടെ തലവൻ. ആ ഏജൻസിയാണ് CPIM പറയാൻ ആഗ്രഹിക്കാത്ത, മുഖ്യമന്ത്രി പറയാൻ ആഗ്രഹിക്കാത്ത സംഘപരിവാറിൻ്റെ വിദ്വേഷ പദ്ധതി മുഖ്യമന്ത്രിയുടെ നാവിൽ തിരികെ പ്രസിദ്ധീകരിച്ചത്. ഹിന്ദു പറഞ്ഞു ഏജൻസി തന്നത് പ്രസിദ്ധീകരിച്ചത് തെറ്റിപ്പോയി എന്നാണ്. ഞങ്ങൾ കൈ നീട്ടുന്നല്ല. എൻ്റെ ചോദ്യം, താങ്കളൊരു കമ്മ്യൂണിസ്റ്റ് അല്ലേ? താങ്കളൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ? സർക്കാരിൻ്റെ ഭാഗമല്ലേ? എൻ്റെ ചോദ്യം, ഈ ഗൂഢാലോചന, സർക്കാരിനെ സംഘപരിവാർ പാളയത്തിൽ കൊണ്ടു കെട്ടാൻ ശ്രമിച്ച ഈ ഗൂഢാലോചന, മുഖ്യമന്ത്രിയുടെ അരികിൽ ഒരു അജ്ഞാതൻ വന്നിരുന്ന ഗൂഢാലോചന, നിങ്ങൾ അന്വേഷിക്കില്ല എന്ന് ശഠിക്കുന്നത്, തന്ത്രപരമായി അതിൽ നിന്ന് ഒഴിയുന്നത് എന്തിനാണ്? അത് പറയാതെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ നിലപാട് പൂർണ്ണമാവുക? അതിൽ നിന്ന് താങ്കളടക്കം എന്തിനാണ് വഴുതുന്നത്? ഞാൻ താങ്കളോട് വീണ്ടും പറയുകയാണ്, വ്യക്തമാക്കേണ്ട ഇരു കൂട്ടരും വ്യക്തമാക്കി കഴിഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം കൊടുത്തതിൽ ഖേദിക്കുന്നു എന്ന് ഹിന്ദു പത്രം പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽ മാത്രം ഇനിയും പെട്ടിട്ടില്ല. അത് താങ്കളെ ബോധ്യപ്പെടുത്തിയേ അടങ്ങൂ എന്നെനിക്കൊരു വാശിയുമില്ല. ആ വാശി കൊണ്ട് കാര്യമില്ല. താങ്കളുടെ വാശി കൊണ്ടും കാര്യമില്ല, എന്റെ വാശി കൊണ്ടും കാര്യമില്ല. എന്റെ വാശി എന്താണ്? സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് മനസ്സിലാക്കിയത്? താങ്കൾക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ട്, താങ്കൾക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് PR വർക്കിന് പ്രത്യേകമായി ഒരു ടീമുണ്ട് എന്ന് പറയാൻ, എന്ന് തെളിയിക്കാൻ താങ്കൾക്ക് കഴിയുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ പറയേ. മുഖ്യമന്ത്രിയുടെ കൂടെ PR ഏജൻസിയുടെ തലവനിരുന്നാണ് വാർത്താ സമ്മേളനം നടത്താറുള്ളത്. കേരളീയ സമൂഹത്തിൽ നിങ്ങൾ ഞാൻ തെളിയിക്കാം. ഇപ്പൊ തെളിയിക്കാം. ഇപ്പോ തെളിയിച്ചോളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഞാൻ പറയട്ടെ, പുതിയ ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുത്ത് ഞാനതിനെ ലോജിക്കലായ കാര്യങ്ങൾ പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ അഭിമുഖം കൊടുക്കുമ്പോൾ ഇവിടുത്തെ വലിയ കൊടികെട്ടിയ PR ഏജൻസിയുടെ തലവൻ കൂടെ ഇരുന്നാണ് അഭിമുഖം കൊടുക്കുന്നത്. പോരെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഏജൻസി ഉണ്ടെന്ന് വിചാരിക്കാൻ? മുഖ്യമന്ത്രി സമ്മതിച്ച കാര്യമായി പറയുന്നേ. ആയിക്കോട്ടെ, പോരെ. പിന്നെന്താണ് പറഞ്ഞോളൂ. താങ്കളാണല്ലോ PR ഏജൻസിയെ കൊടുത്തതുപോലെ സംസാരിക്കുന്ന. എനിക്ക് പോയിരിക്കാൻ പറ്റുമോ മുഖ്യമന്ത്രിയുടെ കൂടെ? PR മുഖ്യമന്ത്രിയാണ് ഏജൻസി ഇല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. പിന്നെന്തിനാ ഏജൻസിക്കാരനോട് ഇരിക്കുന്നതിനാണ്? മുഖ്യമന്ത്രി പിന്നെന്തിനാണ് അയാൾ വന്നിരിക്കുന്നത്? അത് പറ. PR ഏജൻസിയും ഇല്ല. പിന്നെന്തിനാണ് PR ഏജൻസിക്കാരൻ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്ത്? കേരള മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കണ്ടേ? അയാൾ വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് ഞാനാണോ മറുപടി പറയേണ്ടത്? ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ പറയട്ടെ, ഒരു പത്രത്തിന്റെ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് കൂടെ വന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് അറിയണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാധ്യമാവുക? മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി സ്റ്റാഫിന് അറിയണ്ടേ? വഴിയെ പോകുന്ന നിങ്ങളുടെ അജണ്ട എന്താണ്? നിങ്ങളിപ്പോ ഏതാണ്ട് ഒരു 15 മിനിറ്റിലേറെയായിട്ട് നിങ്ങളൊരു അജണ്ട സെറ്റ് ചെയ്യാണ്. ആ അജണ്ടയ്ക്ക് എന്നെ കിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കും. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസി പൊളിച്ചേക്കൂ. പ്രേംകുമാർ, അജണ്ട അങ്ങോട്ട് പൊളിച്ചേക്കൂ. മുഖ്യമന്ത്രിയുടെ കൂടെ PR ഏജൻസിയുടെ തലവൻ ഇരുന്നാ പിന്നെ മുഖ്യമന്ത്രിക്ക് PR ഏജൻസി, അയാൾ പിന്നെ വേറെ എന്തിനു വന്നാണ്? കല്യാണം വിളിക്കാൻ വന്നതാ മുഖ്യമന്ത്രിയെ? അല്ലല്ലോ.
അയാൾ വന്നിരിക്കുകയാണ്. എനിക്കോ താങ്കൾക്കോ അല്ല, പോലും മുഖ്യമന്ത്രി അടുത്ത് പോയിരിക്കാൻ. മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയുടെ തലവനാരാ? അല്ല, നിങ്ങൾ പറയുന്ന മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയുടെ തലവനാരാ? പറയാതിരിക്കുന്നത് പറയേ. വന്നിരുന്ന ആൾ അയാൾ PR ഏജൻസിക്കാരനാണ്, ഞാൻ പിന്നീടാണ് അറിഞ്ഞതെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണ വാചകം. വന്നിരുന്ന ആളുടെ പേര് പറയൂ. ഒരു മാലാഖയൊന്നുമല്ലോ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ. നിങ്ങൾ പറ്റുന്നില്ല. താങ്കൾക്കത് പറയാൻ മടി. നിങ്ങൾ പറയൂ. മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഒരാൾ പറയുന്നുണ്ടോ? അയാൾ PR. ഞാൻ മുഖ്യമന്ത്രിയുടെ വാചകം എടുക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വന്നിരുന്നെന്ന് നിങ്ങൾ പറയേ. അത് മുഖ്യമന്ത്രി പറയണം. മുഖ്യമന്ത്രി പറഞ്ഞു ഒരാൾ വന്നിരുന്നു, അയാൾ PR ഏജൻസിക്കാരനാണെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അപ്പൊ നമുക്ക് ചോദിക്കാൻ ആരാണ്? എനിക്കറിയില്ല പേര് പറയൂ. അത് CM പറയണം. CM-ന്റെ അടുത്തിരുന്ന ആളല്ലേ. മുഖ്യമന്ത്രി പറയണമെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ. ചോദിച്ചു, ഉത്തരവില്ല. മുഖ്യമന്ത്രിയാണ് പറയേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാമല്ലോ. മുഖ്യമന്ത്രി ചിരിച്ചു. എനിക്ക് ആ ചിരി റിപ്പീറ്റ് ചെയ്യാൻ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ അറിയില്ല. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ പറയുന്നു ആ കാരണം ഏജൻസിക്കാരൻ കൂടെ ഇരിക്കാം. എനിക്ക് പോയിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാൻ പറ്റും. ഞാൻ വഴിയെ നടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഹിന്ദു എടുക്കുകയാണ്, എനിക്ക് അവിടെ കയറി ഇരിക്കാൻ പറ്റുമോ? താങ്കൾക്ക് പറ്റുമോ? ഈ പ്രതിപക്ഷ MLA-ക്ക് പറ്റുമോ? ഇല്ല. അത്ര ഹൈ സെക്യൂരിറ്റി ചുമതലപ്പെട്ട ആൾക്ക് വരാം. അയാൾ ചുമതലപ്പെട്ട ആളല്ല. പറ്റും. ചുമതലപ്പെട്ട ആളല്ല. അയാൾ PR ഏജൻസിക്കാരനാണെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് എന്ന് പറയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പറയാണ് PR ഏജൻസിക്കാരനാണെന്ന് പിന്നീട് അറിഞ്ഞുവെന്ന്. അപ്പൊ അന്വേഷിക്കണ്ടേ അയാൾ എങ്ങനെ വന്നു? അതിലെന്താണ് അന്വേഷിക്കണ്ടേ? നിങ്ങൾ പറയുന്നേ ഹിന്ദുവിന്റെ ആളല്ലെങ്കിൽ പിന്നെ ഇവൻ എന്തിനകത്ത് കടന്നു എന്ന് അന്വേഷിക്കുന്നില്ല. ഏജൻസി ഇല്ലാന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. കൂടെ ഇരുന്ന PR ഏജൻസിക്കാരൻ എന്തിനു വന്നു, അയാൾക്ക് എങ്ങനെ പെർമിഷൻ കിട്ടി, അയാൾ എങ്ങനെ അകത്തേക്ക് വന്നു എന്ന കാര്യം നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല, വിശദീകരിക്കുന്നില്ല. PR ഏജൻസിക്കാരനാണെന്ന് മീഡിയ വൺ പറഞ്ഞാൽ പോരല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു, പിണറായി വിജയൻ പറഞ്ഞു അയാൾ PR ഏജൻസിക്കാരനാണെന്ന് പിന്നീടാണ് അറിഞ്ഞത് എന്ന്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതൊന്ന് വ്യക്തമാക്കിക്കൂടെ? പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ശരി, നിങ്ങൾക്കെല്ലാം ബോധ്യമുള്ള ഒരു കാര്യം, മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് എനിക്കെന്താണ് പറയാനുള്ളത്? ശരി 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 മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസി ഇല്ല എന്നാണ്. ഇനി മീഡിയ വണ്ണിനോട് മാത്രമായിട്ട് എനിക്കൊരു PR ഏജൻസി ഉണ്ട്, ഞാൻ ഇങ്ങനെ PR വർക്ക് നിങ്ങൾ അതിന്റെ റെക്കോർഡ് ഇവിടെ കാണിക്കുക, എനിക്കൂടെ ബോധ്യമാവട്ടെ. അല്ല, നമ്മൾ മുഖ്യമന്ത്രി പറയുന്നതെല്ലാം പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ഗസറ്റ് അല്ല. നമുക്ക് ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മുഖ്യമന്ത്രി ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ മുഖ്യമന്ത്രി മഹാരാജാവല്ല. ഞങ്ങൾ നോട്ട് നിരോധനം കൊണ്ടുവന്ന് നാടിന് നന്മയ്ക്കാണെന്ന് മോദി പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ശരിയാണോ? അല്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് ഇല്ലേ? തെളിയിക്കാൻ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലും ഹിന്ദുവിന്റെ സ്റ്റാഫിലും പെടാത്ത ഒരാൾ വന്നിരുന്നു. അയാൾ ഏജൻസിക്കാരനാണെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. ഞാനൊന്ന് വരാമേ. അല്ല, ഷംസുദ്ദീൻ ഈ കാര്യത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോവില്ല. ആരാണ് മലപ്പുറം വിദ്വേഷം എഴുതി ഉണ്ടാക്കിയ കുബുദ്ധി എന്ന് അന്വേഷിക്കില്ല എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിലെ കാരണം എന്തായിരിക്കും? മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരായ ചില ആളുകൾ ഒപ്പിച്ച പണിയാണ്. അന്വേഷിച്ചു പോയാൽ അവർ കുടുങ്ങുമെന്നുകൊണ്ടാണോ അതോ കുറച്ചുകൂടി ഗുരുതരമായ വല്ല കാരണങ്ങളും ഉണ്ടെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ഇതില് ഇപ്പോ പ്രേംകുമാർ എൻ്റെ സ്നേഹിതനാണ്, ഞങ്ങള് തൊട്ടടുത്ത മണ്ഡലക്കാരാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയെ ന്യായീകരിക്കാൻ ഇപ്പൊ താങ്കൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, വളരെ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ വളരെ കൃത്യമല്ലേ, മുഖ്യമന്ത്രി പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി അതങ്ങ് വിശ്വസിക്കാൻ പറ്റുമല്ലോ. ഇവിടെയുള്ള പ്രശ്നം എന്താണ്? മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം അറേഞ്ച് ചെയ്യാണ്. ദ ഹിന്ദു പത്രത്തിന്റെ ആളുകൾ പറഞ്ഞല്ലോ, ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് അന്വേഷിച്ചതാണ്, മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ താല്പര്യമുണ്ട് എന്ന് PR ഏജൻസി ഇങ്ങോട്ട് വന്ന് ചോദിച്ചാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ വേറെ ആളുകളുണ്ടല്ലോ. അങ്ങനെ കൊടുക്കുന്ന അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ഈ പറഞ്ഞ സംഗതികളില്ല. പിന്നീട് PR ഏജൻസി ഞങ്ങൾക്ക് എഴുതി തന്നു. അപ്പോൾ ഈ പറഞ്ഞതാരാ PR ഏജൻസി? നേരത്തെ പ്രേംകുമാർ വീണ്ടും ചോദിച്ചു വന്ന ആളുടെ പേരെന്താണെന്ന്. ഈ കേസൻ എന്ന് പറയുന്ന PR കമ്പനിയുടെ MD ആണ് അവിടെ വന്ന് ഇരുന്നത്. കൂട്ടത്തിൽ നിങ്ങളുടെ ദേവകുമാർ XMLA മകൻ TD സുബ്രഹ്മണ്യവും കൂട്ടത്തിലുണ്ട്. TD സുബ്രഹ്മണ്യം ഈ പറഞ്ഞ കേസൻ ഏജൻസിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ്. അപ്പൊ ആ നിലക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ നരേറ്റീവ് തന്നെയാണ് ഇവര് അവിടെ കൊടുത്തത്. പിന്നെ അത് വലിയ വിമർശനമായപ്പോൾ 1.5 ദിവസത്തിന് മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയിട്ടില്ല. 1.5 ദിവസം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് അത്
ഇങ്ങനെ ഹിന്ദു പത്രത്തിനെതിരെ പരാതി കൊടുക്കുന്നു. അപ്പോൾ അവർക്കൊരു ലെറ്റർ കൊടുക്കുന്നു. അവർ പറയുന്നു ഇത് മുഖ്യമന്ത്രി പറഞ്ഞതിലില്ല, ഈ PR ഏജൻസി തന്നതാണെന്ന്. അപ്പം ഇത് വളരെ കൃത്യമാണ്. ഇതിലൊക്കെ എന്തിനാണ് നമ്മൾ ഈ സത്യാനന്തര കാലഘട്ടത്തിൽ ഇതൊക്കെ അങ്ങനെ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ നടത്തുക, അല്ലാതെ നേരിട്ടൊരു സംഗതി നടത്താൻ കഴിയില്ല. ഈ ഇന്നിപ്പോ ഹരിയാന റിസൾട്ടും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ റിസൾട്ടൊക്കെ വന്ന സമയത്ത് ഡൽഹിയിൽ പോയിട്ട് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് ഇങ്ങനെ കേരളത്തിലെ ഒരു സമുദായത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ പ്രേംകുമാർ പറഞ്ഞു മലപ്പുറം ജില്ല എല്ലാവരുതുമാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഒരു പൊതുവിലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓരോ ജില്ലയിൽ ചില ജനവിഭാഗങ്ങൾ കൂടുതലായി അധിവസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ ബോധപൂർവമായിട്ട് അത് പറയുന്നു. പിന്നെന്താ, മുഖ്യമന്ത്രി എഴുതി കൊടുത്തത് വെറും മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കള്ളക്കടത്തുണ്ടെന്ന് മാത്രമല്ല, അത് കോഴിക്കോട് എയർപോർട്ട് മലപ്പുറത്തായതുകൊണ്ട് അവിടെ വരുന്നു പോകുന്നു. ഞാനിന്ന് അടിയന്തര പ്രമേയത്തിൽ ചോദിച്ച പോലെ കോഴിക്കോട് എയർപോർട്ടിൽ വരുന്ന സ്വർണം മലപ്പുറത്തേക്കാണെന്ന് മുഖ്യമന്ത്രിയോട് ആരോടാ പറഞ്ഞത്? അത് ഏത് എയർപോർട്ടിൽ വരുന്നത് എങ്ങോട്ടും പോകാം, കേരളത്തിലെ ഏത് ജില്ലയിലേക്കും പോകാം, തമിഴ്നാട്ടിലേക്ക് പോകാം, കർണാടകയിലേക്ക് പോകാം. എന്നിട്ട് മുഖ്യമന്ത്രി ഒരു വർത്തമാനം കൂടി പറയുന്നുണ്ട്, ഇത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഹവാല വഴി വരുന്ന പണം ഉപയോഗിക്കുന്നത്, മലപ്പുറത്താണ് എത്തുന്നത് എന്ന് പറയുകയും അത് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് സംഘ് പരിവാറിന്റെ വാദത്തോട് യോജിക്കുന്നതല്ലേ? അല്ല, മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി ഡിസോൺ ചെയ്ത വാചകമാണ്, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന നിലയ്ക്ക്. അങ്ങനെ ഒരു നിലപാടില്ല എന്നാണ് പാർട്ടിയും സർക്കാരും ഇപ്പോഴും ഒഫീഷ്യലി അറിയിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു എന്ന നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ല, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ PR ഏജൻസി അങ്ങനെ കൊടുത്താൽ അതിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. മുഖ്യമന്ത്രിയെ പറ്റിച്ചതാണെങ്കിൽ മുഖ്യമന്ത്രി PR ഏജൻസിക്കെതിരെ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? ഇത്ര ഗുരുതരമായൊരു സംഗതിയല്ലേ? ചർച്ചയിലേക്ക് വീണ്ടും പ്രേംകുമാർ, ഈ മലപ്പുറം വിവാദത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അൻവർ ആദ്യം തന്നെ ഉന്നയിക്കുന്ന പ്രശ്നം ഇതാണ്. അൻവർ കള്ളക്കടത്ത് സംഘങ്ങളെ പിടിക്കുന്നു എന്ന പ്രശ്നം ഉന്നയിച്ച ആളല്ല. പക്ഷേ മലപ്പുറത്തെ മാത്രം ഇങ്ങനെ പോലീസ് പ്രത്യേകമായ കേസുകൾ ഉണ്ടാക്കുന്നു, സ്വർണം പോലീസ് അടിച്ചെടുക്കുന്നു എന്നതാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം. അത് കസ്റ്റംസിന് മാത്രമാണ് സ്വർണം ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സ്ക്രീനിങ് സംവിധാനം ഉള്ളത്. കസ്റ്റംസ് അത് പിടിക്കുന്നില്ല. ആളുകൾ പുറത്തു വരുന്ന ആളുകളുടെ ഇൻഫർമേഷൻസ്, അവരുടെ പാസ്പോർട്ട്, അവരുടെ പേര്, അവരുടെ മറ്റ് വിശദാംശങ്ങൾ, ഐഡന്റിറ്റി എല്ലാം പുറത്തു നിൽക്കുന്ന ഡാൻസ് ആപ്പ് സംഘത്തിനും പോലീസിന് നൽകുന്നു. പോലീസ് അതേ ആളുകളെ മാത്രം പിന്നാലെ കൂടി നടന്ന് പിടിച്ച് സ്വർണം എടുക്കുന്നു. അതിൽ നിന്ന് സ്വർണം പോലീസ് അടിച്ചെടുക്കുന്നതാണ് പരാതി. മറ്റ് എയർപോർട്ടുകളിലൊന്നും ഇല്ലാത്തൊരു പ്രവണതയാണ് കസ്റ്റംസ് പിടിക്കാതിരിക്കുക, പുറത്ത് പോലീസ് പിടിക്കുക. ഈ അസാധാരണത്വത്തെ വിശദീകരിക്കാൻ ഇന്നും സർക്കാരിന് പറ്റുന്നില്ലല്ലോ പ്രേംകുമാർ, അതെന്തുകൊണ്ടായിരിക്കും? അല്ല, പോലീസിന് അങ്ങനെ പറ്റുന്നില്ല എന്ന് താങ്കൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് നിലയിലാണെങ്കിലും അത്തരം പരാതികൾ വസ്തുതാപരമായിട്ട് നൽകിയാൽ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയും ഏത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഒരു നിലയിലുള്ള അക്രമത്തെയും അക്രമകാരികളെയും സംരക്ഷിക്കുന്ന നിലപാട് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. ഇതിനകം തന്നെ പല സന്ദർഭങ്ങളിൽ അത് വ്യക്തമായിട്ടുണ്ട്. കുറ്റവാളികളായിട്ടുള്ള ഏത് ക്രിമിനൽ സംഘങ്ങളായാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരായാലും അവർക്കൊന്നും രാഷ്ട്രീയമായ അഭയമോ സംരക്ഷണമോ കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറാകില്ല. മലപ്പുറവുമായി ബന്ധപ്പെട്ട വികാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതഗ്രന്ഥമാണല്ലോ ഖുർആൻ ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ച്. കേരളത്തിലെ പ്രിയപ്പെട്ട MLA മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ KT ജലീൽ ഖുർആനകത്ത് സ്വർണം കടത്തിയെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു വികാരം വന്നതായിട്ട് നമ്മൾ കണ്ടില്ലല്ലോ. എവിടെയെങ്കിലും അത്തരത്തിലൊരു ചർച്ച വന്നില്ലല്ലോ. എന്തുകൊണ്ടാണത് വരാത്തത്? അപ്പോൾ ഈ ചർച്ചയ്ക്ക് പിന്നിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ ആകെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കുകയും കേരളത്തിലെ ഗവൺമെൻറ് മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെയുള്ള പരിശ്രമത്തിൽ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് സ്വർണം കള്ളക്കടത്ത് നടത്തുന്നതിനെ തള്ളി പറയാത്തത്? സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് സാമൂഹ്യ വിരുദ്ധവും ദേശവിരുദ്ധവുമാണ് എന്നറിയാത്തയാളാണോ നമ്മുടെ പ്രമേയ അവതാരകനും ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള ശ്രീ ഷംസുദ്ദീൻ?
അത് തെറ്റാണ് എന്നും അത് സാമൂഹ്യ വിരുദ്ധമാണ് എന്നും അത് രാജ്യദ്രോഹപരമാണ് എന്നും പറയാൻ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കഴിയുന്ന പോലെ നമുക്കും കഴിയണ്ടേ? നമുക്ക് കഴിയുന്നില്ലേ? മുസ്ലിം ലീഗിന്റെ ഒരു ജില്ലാ ആരാണത് പഞ്ചായത്ത് പറയാത്തവർ? അംഗം സ്വർണം കടത്തിയതിന് ആരാണ്? ഞാൻ രാഷ്ട്രീയമായി ഒരാളെ പറയുകയല്ല, അല്ല, പിന്നെ ഒരാളുടെ പേര് താങ്കൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് തെറ്റാണ് എന്ന് പറയാത്തത് എന്ന് ചോദിച്ചു. ആരാണത് പറയാത്തവർ? ഒന്നും നമുക്ക് ഒരു കുറ്റകൃത്യത്തെയും പറയാൻ സാധിക്കില്ല. ആരാണത് പറയാത്തവർ? ആരാണത്? താങ്കൾ പറഞ്ഞു നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്ത് തെറ്റാണ് എന്ന് പറയണ്ടേ, പറയാത്തത് എന്താണെന്ന് ചോദിക്കുന്നു. അങ്ങനെ പറയാത്തവരുണ്ടോ? നിങ്ങളുടെ MLA KT ജലീൽ പറയുന്നു 99% മുസ്ലിങ്ങളാണ് സ്വർണ്ണം കടത്തുന്നവരെന്ന മതവിഭാജന വർഗീയത പറഞ്ഞത് നിങ്ങളുടെ MLA ശ്രീ KT ജലീലാണ്. അല്ല, ഞാൻ KT ജലീൽ 99% മുസ്ലിങ്ങളാണ് സ്വർണം കടത്തുന്നത് ഇവിടെ, അതുകൊണ്ട് മതനേതൃത്വം അതിന് ഫത്വ ഇറക്കണം എന്ന് പറഞ്ഞ വൃത്തികേട് പറഞ്ഞത് നിങ്ങളുടെ MLA ശ്രീ KT ജലീലാണ്. അല്ല, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും, അത് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഞാൻ പറഞ്ഞത് CPIM-ന്റെ നിലപാടാണ്. ഞാൻ പറഞ്ഞത് എല്ലാ മതവിഭാഗങ്ങളും കേരളത്തിൽ എല്ലാ ജില്ലകളിലുമുണ്ട്. ഒരു ജില്ലയെ അങ്ങനെ പറയുന്നത് തന്നെ RSSന്റെ വാദത്തെ അംഗീകരിക്കലാണ്. തർക്കമില്ല. ഞാൻ ചോദിക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടി ശ്രീ പ്രേംകുമാർ, എന്റെ ചോദ്യം താങ്കൾക്ക് ഒരു അസാധാരണത്വം തോന്നുന്നുണ്ടോ? അവരെ സംബന്ധിച്ച് പറയുമ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പുറത്തു വരുന്ന സ്വർണം മാത്രം വ്യാപകമായി പോലീസ് പിടിക്കുന്നു, ബാക്കി എല്ലായിടത്തും കസ്റ്റംസ് പിടിക്കുകയാണ്. കസ്റ്റംസ് എന്തുകൊണ്ട് ഇവിടെ പിടിക്കുന്നില്ല? ഞാൻ പറഞ്ഞത് പിടിക്കുന്നത് ആർക്കും പിടിക്കാം, പക്ഷെ കസ്റ്റംസ് ആണ് ഇത് പിടിക്കേണ്ടത്. കസ്റ്റംസിനാണ് സംവിധാനം ഉള്ളത്. കസ്റ്റംസ് ഇവിടെ പിടിക്കുന്നില്ല. എന്നിട്ട് നോക്കൂ, നെടുമ്പാശ്ശേരിയിൽ പിടിക്കുന്നില്ല, കണ്ണൂർ എയർപോർട്ടിൽ പിടിക്കുന്നില്ല, അല്ലെങ്കിൽ നോക്കൂ ഇവിടെ തിരുവനന്തപുരത്ത് പിടിക്കുന്നില്ല പോലീസ്, ഇവിടെ മാത്രം പോലീസ് പിടിക്കുകയാണ്. പോലീസിന് കൃത്യമായ വിവരം കിട്ടുകയാണ്. എങ്ങനെ? അകത്തുനിന്ന് വിവരം കിട്ടണമല്ലോ, അല്ലാതെ ഇപ്പോൾ ഒരു ദിവസം ഇറങ്ങി വരുന്ന ആയിരക്കണക്കിന് ആളുകളെ മുഴുവൻ പോലീസ് ചെക്ക് ചെയ്യുന്നില്ല. കൊണ്ടുവരുന്ന ആളെ കുറിച്ചുള്ള പിടിക്കുന്നില്ല എന്ന് ഇത്രയും എവിടെയും സ്വർണ്ണം പിടിക്കുന്നില്ല, പോലീസ് പിടിക്കുന്നില്ല എന്ന് നിഷാദിനോട് ആര് പറഞ്ഞു? പോലീസ് പിടിക്കുന്നില്ല. ഇത്രയും പോലീസ് പിടിച്ചിട്ടുണ്ട്, നെടുമ്പാശ്ശേരിയിൽ പിടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പോലീസ് പിടിക്കുന്നത്. കസ്റ്റംസ് പിടിക്കാത്തത് വാലേ പോലീസ് പിടിക്കുകയാണ്. ഏറ്റവും താങ്കൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഓരോന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അങ്ങനെയല്ല, ഇവിടെയാണ് പോലീസ് പിടിക്കുന്നത് എന്ന പ്രവണതയുള്ളത് എന്ന് പറയൂ. അത് വസ്തുതാപരമല്ല എങ്കിൽ പറയൂ ശ്രീ പ്രേംകുമാർ, നെടുമ്പാശ്ശേരിയിൽ പിടിച്ചതിന്റെ കണക്ക്, തിരുവനന്തപുരത്ത് പോലീസ് പിടിച്ചതിന്റെ കണക്ക് വായിച്ചില്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? നെടുമ്പാശ്ശേരിയിലല്ലേ? പിന്നെ നെടുമ്പാശ്ശേരിയിലാണല്ലോ ലീഗിന്റെ പഞ്ചായത്ത് മെമ്പറുടെ പേരിൽ പഞ്ചായത്ത് മെമ്പറുടെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചത്. ആരാ പിടിച്ചത്? ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ കയ്യിൽ നിന്ന്. ആരാ പിടിച്ചത്? പിടിച്ചതാരാ? ആരാ പിടിച്ചത്? പോലീസാണോ? എന്റെ ചോദ്യം ഇതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം പോലീസ് സ്വർണം പിടിക്കുന്നു എന്നിൽ താങ്കൾ പറയൂ, അതിന്റെ ഡാറ്റ വെച്ച് പറയൂ. ആ പോലീസ് പിടിച്ച കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി, അതാണല്ലോ പിണറായി സർക്കാരിന്റെ കാലം, പിണറായി വിജയൻ പോലീസ് പിടിക്കുന്നത് കരിപ്പൂരിൽ നിന്ന് മാത്രമാണ് എന്ന് താങ്കൾ പറഞ്ഞോളൂ. ആ ഡാറ്റ താങ്കൾ എനിക്ക് തന്നാൽ മതി, ഞാൻ ആ ഡാറ്റ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു വാദം ഇന്ന് ഇവിടെ ഷംസുദ്ദീൻ ഉന്നയിച്ചിട്ട് ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞിട്ടില്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല. അത്തരം ഒരു വാദം താങ്കൾക്കുണ്ടാവുന്നത്. എന്നാ പിന്നെ മുഖ്യമന്ത്രി ഓരോ എയർപോർട്ടിലും പോലീസ് പിടിച്ചതിന്റെ കണക്കെന്താ പറയാത്തത്? സ്വർണം പിടിച്ചിട്ടില്ല. ഓരോ എയർപോർട്ടിലും പോലീസ് പിടിച്ചതിന്റെ കണക്കെന്താ നിരത്താത്തത്? മലപ്പുറത്തെ കാര്യം മാത്രമേ പറഞ്ഞുള്ളല്ലോ. ഓരോ എയർപോർട്ടിലും കണക്ക് പറയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചപ്പോഴോ പ്രതിപക്ഷ നേതാവിനോടും പ്രമേയ അവതാരകനോടും ചോദിക്കൂ. ശരി, പ്രമേയ അവതാരകൻ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ ചോദിക്കൂ, പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കൂ, പ്രമേയ അവതാരകനോട് ചോദിക്കൂ. സ്വാഭാവികമായും അതിന്റെ ഡാറ്റ ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അല്ല, മുഖ്യമന്ത്രി മലപ്പുറത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, അവിടെയാണ് പ്രശ്നം. എന്നിട്ട് ഇത് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നുകൂടി പറയുമ്പോഴാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇത് ഈ ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തത് PR ഏജൻസിയാണെങ്കിൽ, ഞാൻ പറഞ്ഞു സെപ്റ്റംബർ 21 മുഖ്യമന്ത്രി നേരിട്ട് കേരളത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് കാര്യങ്ങൾ. അതിലാകെ ഇത്രയാണ് കേരളത്തിൽ പിടിക്കപ്പെട്ടത്, അതിൽ മലപ്പുറത്ത് ഇത്ര, ഓരോന്നിനും മലപ്പുറത്തിന് മാത്രം വിഹിതം കൊടുത്തിട്ട് മലപ്പുറത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പൊ പ്രേംകുമാർ പറയുന്നത് പോലെ മലപ്പുറത്തെ എല്ലാ ജനങ്ങളും ഉണ്ട്, അതിലൊന്നും തർക്കമില്ല. മലപ്പുറത്തെ ഒരു ദേശദ്രോഹ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കാനും വർഗീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കാനും RSS എല്ലാ കാലത്തും പരിശ്രമിക്കാറുണ്ട്.
അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും അതിന് കുടപിടിക്കാറുണ്ട്. അച്യുതാനന്ദൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞു മലപ്പുറത്ത് കുട്ടികൾ പാസ്സാവുമ്പോൾ അത് കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞതല്ലേ. ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായപ്പോ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന്. ഇതൊക്കെ പല സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നതാണ്. തരാതരം പോലുള്ള രാഷ്ട്രീയം നിങ്ങൾ പ്രയോഗിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞു ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ, CAA ഞങ്ങൾ പ്രതിഷേധിച്ചില്ലേ. അതൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണിച്ചതൊന്നും അവർ സ്വീകരിച്ചില്ല. ന്യൂനപക്ഷ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ തന്നെ വിലയിരുത്തിയിരിക്കുകയാണ്. ഇനി അതിന്റെ പിന്നാലെ പോവേണ്ടതില്ല. നിങ്ങൾ പ്ലേറ്റ് മാറ്റി പിടിക്കുകയാണ്. നിങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ സത്യത്തിൽ RSSുമായി നിങ്ങൾക്ക് അതിലൊരു അന്തർധാരയുണ്ട്. അതാണ് ഞങ്ങൾ ഇത് നിയമസഭയിൽ പറഞ്ഞത്. അതിന് നിങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ മതിയോ? മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് ഏറ്റവും ലേറ്റസ്റ്റ് BJPയുടെ നേതാവ് സുരേന്ദ്രൻ അതിന്ന് ഊരിപ്പോന്നു. ഞാൻ ഇന്ന് അടിയന്തര പ്രമേയത്തിൽ അതും വായിച്ചു. കൃത്യമായി അതിന്റെ ജഡ്ജ്മെന്റിൽ ജഡ്ജ് എന്താ പറയുന്നത്? ഇതിന്റെ കുറ്റപത്രം 1 കൊല്ലത്തിന്റെ ഉള്ളിൽ ആണ് കോടതിയിൽ നൽകേണ്ടത്. സർക്കാർ, പ്രോസിക്യൂഷൻ, പോലീസ് അത് കൊടുത്തത് 17 മാസം കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു കേസിൽ പ്രതിയെ ശിക്ഷിക്കാൻ നിർവാഹമില്ല. കാരണം 1 കൊല്ലത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ കേസ് പോയി. ഇനി 1 കൊല്ലത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ പോലീസിന് ഡിലേ കണ്ടോൺ ചെയ്യാൻ, കാലവിളംബം മാപ്പാക്കാൻ ഒരു അപേക്ഷയെങ്കിലും തരാമായിരുന്നു. ഒരു അപേക്ഷ പോലും കൊടുത്തില്ല. അപ്പൊ ക്ലീനായിട്ട് സുരേന്ദ്രനെ രക്ഷപ്പെടുത്തി. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ കൊടുത്ത കേസല്ലേ എന്നാ. നിങ്ങൾ കേസ് കൊടുക്കും, പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇതെങ്ങനെയല്ലേ സമൂഹത്തെ അത് ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞു RSSകാരെല്ലാവരും ഞങ്ങൾ ഇത്രയും പേര് കൊല്ലപ്പെട്ടു, ഞങ്ങളും അവരും തമ്മിൽ സംഘർഷമുണ്ടായി. അതൊക്കെ പല കാരണങ്ങളാൽ ഉണ്ടായ സംഘർഷം. സത്യത്തിൽ ആ രക്തസാക്ഷികളോട് പോലും നിങ്ങളിപ്പോൾ ചെയ്യുന്നത് മനസാക്ഷിക്ക് നിരക്കുന്ന പ്രവർത്തനമല്ല. കാരണം നിങ്ങൾ RSSുമായി സന്ധി ചെയ്ത് കഴിഞ്ഞു. അവർക്കും ഈ കച്ചവടത്തിൽ ചില ബെനിഫിറ്റുകൾ ഉണ്ട്. ദേശീയ തലത്തിൽ ഗവൺമെന്റിന്റെ പല നിലക്കുള്ള സഹായങ്ങൾ, നിങ്ങൾക്കെതിരായ കേസുകൾ, അന്വേഷണങ്ങൾ, അതിലൊക്കെ അവിടുന്ന് നിങ്ങൾക്കും സഹായം കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ബായി ആകുന്നത്. ഇവിടെ അവർക്ക് ചില സഹായങ്ങൾ നിങ്ങളും കൊടുക്കുന്നുണ്ട്. കൊടകര കുഴൽപ്പണ കേസ് ആവിയായി പോയില്ലേ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ധാരണയാണ്. അപ്പൊ പറയും ഞങ്ങൾ തമ്മിൽ സംഘടന ഉണ്ടായാലേ ഇത്ര ആളുകൾ സർക്കാർ CPM BJPയുമായി ധാരണ ഉണ്ടാക്കി എന്നുള്ള ആക്ഷേപമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംശയത്തിന്റെ പ്രതലങ്ങൾ താങ്കൾ ബാക്കി വെച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. കേട്ടില്ല. പ്രേംകുമാർ, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. താങ്കളുടെ സമയമാണ് ഇനി. ഞാൻ ചോദിക്കുന്നത്, സർക്കാരോ CPMോ BJPയുമായി ധാരണ ഉണ്ടാക്കിയെന്നും നമ്മൾ ഈ ചർച്ചയിൽ പറയുന്നില്ല. ഓപ്പോസിഷന് ആരോപണമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന ദുരൂഹവും പൂർത്തീകരിക്കപ്പെടാത്തതുമായ പുകമറകൾ അല്ലെങ്കിൽ മാറ്റാത്തതുമായ പുകമറകൾ നിങ്ങൾ ബാക്കി വെച്ചിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ കാണുന്നില്ലേ? അല്ല, ഞാൻ കാണുന്നത് ശ്രീ ഷംസുദ്ദീൻ കാണാത്ത ചില കാര്യങ്ങളാണ്, കണ്ടില്ല എന്ന് നടിക്കുന്ന ചില കാര്യങ്ങളാണ്. RSSന്റെ ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറയുന്ന KPCC പ്രസിഡന്റിനെ ശ്രീ ഷംസുദ്ദീൻ കണ്ടിട്ടില്ല. മാത്രവുമല്ല, കേരളത്തിൽ സംഘപരിവാറിന് RSSുമായി സംഘപരിവാറുമായി പരസ്യമായി പലയിടത്തും സഖ്യത്തിൽ ധാരണയിൽ ഏർപ്പെട്ടിട്ടുള്ള കോൺഗ്രസിനെ അദ്ദേഹം കണ്ടിട്ടില്ല. ജനസംഘവുമായി ചേർന്ന് നിന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജാഥ നടത്തിയത് അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹം അത് കാണില്ല. അത് കാണാനുള്ള കണ്ണ് അദ്ദേഹത്തിനില്ല. എന്തെങ്കിലുമല്ല, RSSുമായിട്ട് ഇവർ പറയുന്നത് മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്നത് ഇടതുപക്ഷം വോട്ടിനു വേണ്ടി സ്വീകരിക്കുന്നതാണ് എന്ന ധാരണയാണ്. ഞങ്ങൾ എല്ലാ സീറ്റിലും കേരളത്തിൽ പരാജയപ്പെട്ടാലും സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരായി ഞങ്ങൾ നിലപാട് ഉയർത്തുകയും ഇതിനു മുമ്പും ഉയർത്തിയിട്ടുണ്ട്, നാളെയും ഉയർത്തുകയും ചെയ്യും. ഇവിടെ പറഞ്ഞല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയവും മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് പ്രധാനം. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴേക്ക് സംഘപരിവാറുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള അതിനുള്ള വില കുറഞ്ഞ നിലപാടല്ല മുസ്ലിം ലീഗിന്റെ നിലപാടല്ല ഇടതുപക്ഷത്തിന് CPIMന് എന്ന് താങ്കൾ മനസ്സിലാക്കിക്കോളൂ. താങ്കൾക്ക് അതിനെ സംബന്ധിച്ച് ബോധ്യമില്ലെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തിൽ ബോധ്യമുള്ള തലമുറയിലെ
ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നവരെ, പഠിക്കുന്നവരോട് താങ്കൾ അന്വേഷിച്ചോളൂ. വിചാരധാരയിൽ പറയുന്നത് മാത്രമല്ല, വിചാരധാരയിൽ ഒരൊറ്റ രാഷ്ട്രീയ ഗ്രൂപ്പിനെ സംബന്ധിച്ചേ പറയുന്നുള്ളൂ. താങ്കൾക്കത് മനസ്സിലാവില്ല. ആ രാഷ്ട്രീയ ഗ്രൂപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇസ്ലാമുകളും ക്രിസ്ത്യാനികളും കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ശത്രുക്കളെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവരാണ് സംഘപരിവാർ. രണ്ട് സീറ്റ് മാത്രമുള്ള ത്രിപുരയിൽ ജയിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ നേടിയ പ്രത്യയശാസ്ത്ര വിജയം എന്നാണ് മോദി പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ തലയ്ക്കൊന്നും ഒരു ലീഗുകാരന്റെയും തലയ്ക്ക് സംഘപരിവാർ വിലയിട്ടിട്ടില്ല, ഒരു കോൺഗ്രസുകാരന്റെയും തലയ്ക്ക് സംഘപരിവാർ വിലയിട്ടിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്കാണ്. CPIM-ന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ അതിന് അടിയറവയ്ക്കാൻ കഴിയില്ല. പക്ഷെ അതിനു നേരെ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ആ പാർട്ടി പ്രയത്നിക്കുമോ എന്നാണ് ഉറ്റുനോക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ശ്രീ പ്രേംകുമാർ. ഒപ്പം തന്നെ ശ്രീ ഷംസുദ്ദീൻ. സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ സോറി ഷംസുദ്ദീൻ, ചർച്ച അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ ദ പാർട്ടിസിപ്പേഷൻ.